പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ബെത്തക്കുട്ടിയുടെ മാമോദീസയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റാണെങ്കിൽ പിള്ളേരെ റെഡിയാക്കുന്നതിൻ്റെ ഇടയ്ക്കും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പക്ഷെ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി. ഇനി പക്ഷെ സാരമില്ല, ഇനി എന്താ നടക്കുന്നതെന്ന് നോക്കാം. കണ്ടോ, ഈസുക്കുട്ടിയൊക്കെ ഭയങ്കര ത്രില്ലിലാണ് ബെത്തക്കുട്ടിയുടെ മാമോദീസയ്ക്ക് പോകാനൊക്കെ ആയിട്ട്. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങളാണ് ബെത്തക്കുട്ടിയുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും. ദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യയുമാകുന്നുവെന്നും അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തുവെന്നും നീ വിശ്വസിക്കുന്നുവോ? മനുഷ്യരാകുന്ന അങ്ങയുടെ ദാസരെ മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുകാരാകുവാനും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാകുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദിസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്താൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പവിത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃത്യതയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാമോദീസായിലൂടെ പാമോചനം നൽകി ആത്മന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ബെത്തെലീസ മാമോദീസ മുക്കപ്പെടുന്നു. ബെത്താവേ, ഞങ്ങൾക്ക് നിന്നെ വിഷ് ചെയ്യാനുള്ളത്: വിഷിംഗ് യു എവർലാസ്റ്റിംഗ് ജോയ് ആസ് ഗോഡ്സ് ലവ് ടച്ചസ് യുവർ ലൈഫ് ഇൻ എ ന്യൂ വേ. ഹാപ്പി ബാപ്റ്റിസം ഡേ. പിന്നെ തുടർന്ന് കുർബാനയായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഫോട്ടോ സെഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നല്ല സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു, അതേപോലെ തന്നെ അനുഗ്രഹത്തിൻ്റെ. ദൈവത്തിന് നന്ദി പറയുവാണ് ഈ നിമിഷം. പള്ളിയിലെ ഫംഗ്ഷന് ശേഷം പാരിഷ് ഹോളിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നത്. ഡെക്കോറൊക്കെ അടിപൊളിയായിരുന്നു. സ്റ്റേജിൻ്റെ ഫുഡാണെങ്കിലും എല്ലാം നല്ല രീതിയിലായിരുന്നു. അതേപോലെ തന്നെ വന്ന എല്ലാവർക്കും തന്നെ ഫംഗ്ഷൻ നല്ല രീതിയിൽ ഇഷ്ടമായി. പിന്നെ വാവയ്ക്ക് എല്ലാവരും പ്രസൻറ്റൊക്കെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ചെറിയ രീതിയിൽ ഈശ്വര പ്രാർത്ഥനയും അതേപോലെ തന്നെ കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നടത്തിയത് നമ്മുടെ നിന്നിയാണ് കേട്ടോ. നിന്നി ആരാന്നല്ലേ, ഞങ്ങളുടെ കസിൻ തന്നെയാണ്. ആളാണ് നമുക്ക് ആങ്കറിങ് ഒക്കെ ചെയ്തത്. പിന്നെ അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരുമായിട്ട്. ഇതൊക്കെയാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.